ഒരു നല്ല കളിക്കാരൻ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗ്രൗണ്ടിൽ മൂത്രമൊഴിച്ച കുറ്റത്തിന് അമ്പയർ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതുപോലെയുള്ള ഒരവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം. പുള്ളിക്കാരൻ നേരിടുന്ന തകർച്ച അത്രയും ഭീകരമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും കാണുമ്പോൾ ജനങ്ങൾ പുച്ഛത്തോടെ ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് പുള്ളി രൂപം മാറിക്കഴിഞ്ഞു. ഇടതുപക്ഷക്കാർ പറയുന്നത് പുള്ളിയുടെ തകർച്ച ആരംഭിച്ചത് ഇവിടെ നിന്നാണ് എന്നാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക സംഘടനാ പ്രവർത്തനം അതാണ്. ഞങ്ങളുടെ യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നാളിതുവരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവിരുദ്ധമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഡിബേറ്റിലിരിക്കാം. ഡിവൈഎഫ്ഐക്കാരൻ പൊതിച്ചോറിന്റെ മറവിൽ ചെയ്തിട്ടുള്ള നൂറുകണക്കിനായ കൊള്ളരുതായ്മകളെ പറ്റി വളരെ വിശദമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ BJP-ക്കാർ ആ വാദം അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർച്ച ആരംഭിച്ചത് ഇവിടെ മുതലാണ് എന്നാണ്. ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല. കാരണം ബയോളജിക്കലിയും കറക്റ്റല്ല, പൊളിറ്റിക്കലിയും കറക്റ്റല്ല. കാരണം അച്ഛനും അമ്മയ്ക്ക് തുല്യ പ്രാധാന്യമുള്ളത്. ഈ ഒരാധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് പിറക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. അപ്പോ ബയോളജിക്കലി അത് കറക്റ്റല്ല. പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ആൾക്കാർ, അതായത് CPM-ഉം BJP-യും അല്ലാത്ത ആൾക്കാർ പറയുന്നത് ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ മൂലമുണ്ടായ രോഗമാണ് മാങ്കൂട്ടത്തെ കുടുക്കിയത് എന്നാണ്. ആസക്തി ആയിരുന്നെങ്കിൽ 1-ലോ 2-ലോ ഒതുങ്ങിയേനെ. ഇത് അമിതാസക്തിയായിപ്പോയി. കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർച്ച തുടങ്ങിയതിന് പിന്നിൽ ഈ പറഞ്ഞ 3 കാരണങ്ങൾ ഏതാണെങ്കിലും നിലവിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ടവനെ പോലെ നാണം കെട്ട് നിൽക്കുകയാണ് മാങ്കൂട്ടം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാലഘട്ടത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപും മാങ്കൂട്ടത്തിന് ശേഷവും. തമാശയല്ല, അങ്ങനെ തന്നെ കരുതണം. രാഹുൽ മാങ്കൂട്ടം ഒരു സെലിബ്രിറ്റിയായി, പ്രത്യേകം ശ്രദ്ധിക്കണം, നേതാവായിട്ടല്ല, ഒരു സെലിബ്രിറ്റിയായി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കടന്നു വന്നതോടെ വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് സാക്ഷ്യം വഹിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നേതൃത്വത്തിൽ ഒരു ആരാധക സംഘം ചാവേറുകളായി രൂപം മാറുന്ന കാഴ്ചകളാണ് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും അതുപോലെ അവരുടെ ചോദ്യങ്ങൾക്കും ഒന്നും മുൻപ് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ വിശദീകരണമോ ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടക്കാലം ആരംഭിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകുന്ന കോൺഗ്രസ്സുകാരെ കാണാൻ കഴിഞ്ഞു. സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, അത്രത്തോളം ബൗദ്ധികപരമായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടോ എന്ന്. മറുപടികൾ ലഭിക്കുന്നു എങ്കിലും ബൗദ്ധികപരമായിട്ടുള്ള മറുപടികളല്ല അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു തരത്തിലുള്ള മറുപടികളായിരുന്നു. എന്നുവെച്ചാൽ ഒരാൾ കൃത്യമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കി തെറി വിളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്രതീക്ഷിതമായി ഒരു കാരണവുമില്ലാതെ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ നമ്മളെ തെറി വിളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളൊന്ന് ഞെട്ടും. ചിലർ കൈനിവർത്തി ഒന്ന് കൊടുക്കും. എന്നാൽ കൂടുതൽ പേരും ആ ഷോക്കിൽ നിന്ന് മുക്തരാകാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതിനാൽ മിണ്ടാതെ മാറി നിൽക്കുകയാണ് പതിവ്. കോൺഗ്രസിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ഒരാവശ്യവുമില്ലാതെ തിരിച്ചു തെറി പറയുകയോ മുണ്ടുപൊക്കി കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഞെട്ടും, മിണ്ടാതെ ഇരിക്കും. എന്നാൽ അപ്പുറത്തുള്ളവർ എന്തായിരിക്കും ചെയ്യുന്നത്? ചൊറിയാൻ വന്ന കമ്മിയെ പഞ്ഞിക്കിട്ടു, യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ മറുപടി കേട്ട് എതിരാളിയുടെ കിളി പോയി എന്നിങ്ങനെയുള്ള കുറേ തലക്കെട്ടുമുണ്ടാക്കി റീൽസും പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വീഡിയോകളും ഒക്കെ പുറത്തിറങ്ങും. രാഹുൽ മാങ്കൂട്ടം പെണ്ണുകേസിൽ പിടിക്കപ്പെട്ടതോടെ ഷാഫി മാങ്കൂട്ടം ഫാൻസ് എന്ന സാങ്കല്പിക സംഘടനയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല മറ്റു മലയാളികളും അറിഞ്ഞു. എന്നാൽ ഈ ഷാഫി മാങ്കൂട്ടം ടീമിനൊരു പ്രത്യേകതയുണ്ട്. വിക്രമാദിത്യൻ പോലെയുള്ള ഒരു സിസ്റ്റമാണ് ആ കൂട്ടത്തിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് വിക്രമനുണ്ടെങ്കിലേ ആദിത്യനുള്ളൂ, ആദിത്യനുണ്ടെങ്കിലേ വിക്രമനുള്ളൂ. വിക്രമാദിത്യൻ യാഥാർത്ഥ്യമാകണമെങ്കിൽ വിക്രമനും ആദിത്യനും ഇല്ലാതെ നടക്കില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഷാഫി മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനും. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷാഫിക്ക് മാത്രമായി ഒരു ഫാൻസ് അസോസിയേഷനില്ല, മാങ്കൂട്ടത്തിന് മാത്രമായി ഒരു ഫാൻസ് അസോസിയേഷനുമില്ല. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഫാൻസ് അസോസിയേഷൻ മാത്രമേ നിലവിലുള്ളൂ.
നിലവിലുള്ളൂ എന്നല്ല, ആ അസോസിയേഷന് മാത്രമേ ശക്തിയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. മാങ്കൂട്ടം കോൺഗ്രസിൽ റിപ്പീറ്റ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തായി കഴിഞ്ഞു. ഷാഫി മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷൻ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കാരണം മാങ്കൂട്ടത്തിൻ്റെ ഭാഗം ഇപ്പോൾ ശൂന്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു സംഘടനയ്ക്ക് മാത്രമാണ് ശക്തിയുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ആ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ച് എടുക്കുക എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. നിലവിൽ കോൺഗ്രസിന് മുന്നിൽ ഷാഫി മാങ്കൂട്ടം ടീമിനെ വീണ്ടും സജീവമാക്കാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് സംഘടനയെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക. നിലവിലെ സാഹചര്യം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ഇനി കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി. എന്തായാലും അങ്ങനെയുള്ള ഒരാൾ എത്തിക്കഴിഞ്ഞു. മാങ്കൂട്ടത്തിന് പകരക്കാരനായി, ഷാഫി പറമ്പിലിന് കൂട്ടായി, UDF സൈബർ പടയ്ക്ക് ആവേശമായി പുതിയ ഒരാൾ സജീവമായി കഴിഞ്ഞു. അതിൻ്റെ സൂചനകളും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അനുയായികൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിലുമുണ്ട്. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും പല രീതിയിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരേ അഭിപ്രായമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ ഷാഫിക്ക് വേണ്ടി കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ രംഗത്തിറങ്ങിയതും പ്രവർത്തിച്ചതും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഷാഫിക്ക് കൂട്ടായി എത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം ലീഗുകാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ അത്ഭുതപ്പെടേണ്ട. മുസ്ലിം ലീഗ് പ്രവർത്തകർ തത്വത്തിൽ ഈ ഒരു പുതിയ മാറ്റം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ അംഗീകരിച്ചോ എന്നറിയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവർ എതിർപ്പുയർത്താൻ സാധ്യതയില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിക്കൊപ്പം ഇനി തോളോട് തോൾ ചേർന്ന് പോരാടാൻ ഒരു ലീഗ് പോരാളി മാങ്കൂട്ടത്തിന് പകരം എത്തുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ആ വ്യക്തി ആരാണെന്നായിരിക്കും നിങ്ങളെല്ലാം ആലോചിക്കുന്നത്. മുസ്ലിം ലീഗ് MLA ആയ പാറക്കൽ അബ്ദുള്ളയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെ അറിയപ്പെടുന്ന ഒരു ലീഗുകാരൻ്റേതായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വടകരയിലെ ഷാഫിയുടെ എനർജി പാറക്കലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചു പോകുമായിരുന്ന നുണബോംബായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. നേതാക്കളും സൈബർ കീടങ്ങളും ഒരുപോലെ ഷാഫിയെ അറ്റാക്ക് ചെയ്തു. താൻ അത്തരം മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് മാത്രം തെളിയിച്ചാൽ മതിയായിരുന്നു മുഹമ്മദ് കാസിമിനെ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ മണിച്ചത്ത് താഴിട്ടാണ് കാഫിർ സ്ക്രീൻഷോട്ടിൽ പാറക്കൽ അബ്ദുള്ള സഖാക്കളെ പൂട്ടിയത്. പാലക്കാട് നിന്ന് വരുന്ന ഷാഫി ഉത്തര മലബാർ സഖാക്കളുടെ രാഷ്ട്രീയ ചതിക്കുഴികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തതിനാൽ പാറക്കലിൻ്റെ സ്നേഹ സംരക്ഷണമായിരുന്നു അത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ്: ഷാഫി വടകരയെ ഇളക്കി മറിക്കുമ്പോൾ ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ പാറക്കൽ കൂടെയുണ്ട്. ഷാഫിയുടെ കാറിന് നേരെ പാഞ്ഞെടുത്ത ഡിഫി ക്രിമിനലുകളിൽ നിന്ന് ഷാഫിയെ സംരക്ഷിക്കാൻ പരിച പോലെ ഉറച്ചു നിന്ന താടിവച്ച പാവം മുസ്ലിം ലീഗ് പ്രവർത്തകനെ താടിയും തൊപ്പിയും ഉണ്ടെന്ന കാരണത്താൽ തീവ്രവാദി എന്ന് പ്രചരിപ്പിച്ചപ്പോൾ അയാളെ ചേർത്ത് പിടിച്ച് പോലീസിൽ പരാതി കൊടുത്ത് സംരക്ഷിച്ചത് പാറക്കലാണ്. പോലീസ് ഗുണ്ടകൾ ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ പേരാമ്പ്ര നടുങ്ങിപ്പോകുന്ന തരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലെ ചാലകശക്തിയും പാറക്കലാണ്. രാഹുലിൻ്റെ പുറത്താക്കൽ കാണിച്ച് അടുത്തത് നീ എന്ന് ഷാഫിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഷാഫിയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് പാറക്കൽ. അതായത് ഷാഫിയെയും പാറക്കൽ അബ്ദുള്ളയെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ പോസ്റ്റ് ഇങ്ങനെ പോവുകയാണ്. സ്വാഭാവികമായും ഈ പോസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ പാറക്കൽ അബ്ദുള്ള രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പരിഗണന ഷാഫിക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത്. ഈ പറഞ്ഞ ലീഗിലെ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്ത ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വടകര MP ഷാഫി, കുറ്റിയാടി MLA പാറക്കൽ, വടകര MLA രമ. ഇങ്ങനെ വന്നാൽ അതൊരു മാരക കോമ്പിനേഷൻ തന്നെയാണ്. ഉറക്കത്തിൽ പോലും CPM-നെ ഭയപ്പെടുത്തുന്ന സ്വപ്നം. പാർട്ടി ഗ്രാമങ്ങളെ അടിത്തറമാന്തി എടുക്കുമെന്ന് ഉറപ്പുള്ള ശക്തരായ നേതാക്കൾ നയിക്കട്ടെ. ഭയത്തിൽ നിന്ന് കെട്ടി ഉയർത്തിയ കോട്ടക്കൊത്തളങ്ങൾ നിലം പൊത്തട്ടെ. പാറക്കൽ, ഷാഫി, രമ, കടത്തനാട്ടിൽ CPM ഭയക്കുന്ന ജനപ്രിയ നേതാക്കൾ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് സാക്ഷാൽ പാറക്കൽ അബ്ദുള്ള തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരുന്നു.
ഷാഫിയോടൊപ്പം പാറക്കൽ അബ്ദുള്ള കൂടി നിൽക്കുന്ന ഫോട്ടോയുടെ കൂടെ ലക്ഷ്യം ഷാഫിയാണ്, മോഹം മൂന്നാം മൂഴമാണ്, അത് രണ്ടും അതിമോഹമാണ് കുട്ടിയെ എന്ന് പരിഹാസ രൂപേണ പറഞ്ഞിട്ടുമുണ്ട്. പാർട്ടിയിലേക്കൊരു തിരിച്ചുവരവില്ലാത്ത പിന്മാറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനാൽ ആ സാഹചര്യമാണ് പാറക്കൽ അബ്ദുള്ളയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഷാഫി നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പിന് മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പ്രവർത്തകരോട് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ അടിത്തറ തോണ്ടുന്ന പല വിവാദങ്ങളും ഷാഫിയുടെ ആരാധകപ്പടം മൂലമുണ്ടായെങ്കിലും അതിനെ എല്ലാം നേരെ നേതൃത്വം കണ്ണടച്ചതും. നിലവിലെ വിവാദം ഷാഫി പറമ്പിലിൻ്റെ നേരെയും ചൂണ്ടുകയാണെന്നുള്ള കാര്യം നേതൃത്വത്തിനറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ബലിയാടാക്കിക്കൊണ്ട് ഷാഫിയെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നേതൃത്വം നടത്തുന്നതും. കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനേക്കാൾ മുന്നേ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ് മുസ്ലിം ലീഗ്, അതും ഷാഫിയെ കൂട്ടുപിടിച്ചുകൊണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മാങ്കൂട്ടത്തെ പാടെ മാറ്റി നിർത്തി പാറക്കൽ അബ്ദുള്ളയെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ലീഗ് പ്രവർത്തകർ പുതിയ പ്രചരണം നടത്തുന്നതും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കോൺഗ്രസുകാരേക്കാൾ ഷാഫിയോട് ഉത്തരവാദിത്വമുള്ളവരായി ലീഗുകാർ മാറുമ്പോൾ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് കോൺഗ്രസുകാർ തന്നെയാണ്. കാരണം മാങ്കൂട്ടം വിഷയം ഏതെങ്കിലും രീതിയിൽ കറങ്ങിത്തിരിഞ്ഞ് ഷാഫിയുടെ നേർക്ക് വന്നാൽ കോൺഗ്രസുകാർ പുള്ളിയെ കൈയൊഴിയും. എന്നാൽ മുസ്ലിം ലീഗുകാർ ഷാഫിയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും മുന്നിലുണ്ടാകും. കോൺഗ്രസിനേക്കാൾ കൊള്ളാവുന്ന പാർട്ടിയാണ് ലീഗ് എന്ന് ഷാഫിക്ക് എന്തെങ്കിലും തോന്നിയാൽ അന്നത്തോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യം തീർന്നു എന്ന് തന്നെ പറയാം.